ഹായ്, ഞാൻ നമ്മുടെ ഷോപ്പിലാണ് കുറേ ദിവസമായി വീഡിയോ ചെയ്ത് കേട്ടാ. പറഞ്ഞല്ല, നമ്മളെ സലൂണിൻ്റെ ഉദ്ഘാടനവും തിരക്കെല്ലാം ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പോൾ സലൂണിൻ്റെ പണിയെല്ലാം കഴിഞ്ഞപ്പോണ്ടല്ല, സലൂൺ നല്ല പുതിയ ഫർണിച്ചറുകാരെല്ലാം കണ്ട് ഇവിടെ വന്ന് കാണുമ്പോൾ ഇതെല്ലാം ഒരു പഴയതുപോലെ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാനെന്ത് ചെയ്തറിയുക, നമ്മളിതാ ഫർണിച്ചറിൽ ഇതാ പൊളിച്ചിട്ടുണ്ട്, മൊത്തം പൊളിച്ചിട്ട് ഇനി ഇതെല്ലാം പുതിയത് ആക്കാനുള്ള പരിപാടിയാണ് കേട്ടാ. എന്തായാലും ഒരു മാറ്റം വേണമല്ല. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഇന്നൊരു കാര്യമായ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമല്ല, നിങ്ങളെ ഒരു സ്വർണം, നിങ്ങളെ കഴുത്തിൽ നിന്ന് സ്വർണ്ണം ഉണ്ടല്ല, ഇപ്പോൾ എത്ര ഇപ്പോൾ 2 പവനായാലും 3 പവനായാലും ഉണ്ടല്ല, ഈ സാധനം മിസ്സായാൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടാൻ ഒരു ചാൻസും ഇല്ലല്ലോ. പക്ഷേങ്കിൽ ഞാനൊരു ചാൻസ് പറഞ്ഞതാ ഈ സ്വർണ്ണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ സ്വർണത്തിൻ്റെ വില വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, 1 ലക്ഷത്തിൽ മുകളിൽ ഒരു പവൻ്റെ ചെയിന് 1 ലക്ഷം നോക്കണേ. അപ്പോൾ ഇതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാനൊരു സൂത്രം പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ഇന്നത്തെ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതായത് ഞാനൊക്കെ ചെയ്തൊരു പരിപാടി എന്ന് പറയുമ്പോൾ, എൻ്റെ ചെയിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഈ പഴക്കമുള്ള ഈ ഒരു രൂപത്തിലുള്ള സെയിം ഫോട്ടോ നിർത്തി വെച്ച് സ്കെയിൽ വെച്ചിട്ട് ഫോട്ടോ എടുത്ത് അതിൻ്റെ മുകളിൽ നമ്മളതിൻ്റെ തൂക്കം എഴുതി വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കുക കേട്ടോ. ആ ഫോട്ടോ എൻ്റെ ഇടയ്ക്ക് ഉള്ളതുകൊണ്ടുള്ള ഗുണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം. ഇന്നാൾ ഞാൻ നമ്മളിവിടെയുള്ള ഓൺലൈൻ ചാനലൊരു ഫോട്ടോ കണ്ട്, ഇതുപോലെ ഒരാളുടെ 2 പവൻ്റെ ഒരു പാദസരം മിസ്സായെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പാദസരം ഒന്നാമത് മിസ്സായി, മറ്റേതുണ്ട്. അതുകൊണ്ട് മറ്റേ പാദസരത്തിൻ്റെ കൃത്യമായ തൂക്കം ഓരോ കയ്യിലുണ്ട്, അതിൻ്റെ കൃത്യമായ രൂപം ഓരോ കൈമലുണ്ട്. ആ ഒരു ചേറ് പിടിച്ചിട്ടുള്ള ഒരു പഴയ രൂപം ഉണ്ടല്ലോ. അപ്പോൾ ആ ഫോട്ടോ ഞാൻ കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് അതൊരു ഭയങ്കര ഒരു കാര്യമായിരുന്നു. കാരണം വെച്ചാൽ അന്ന് വരുന്ന പഴയ സ്വർണ്ണമെല്ലാം ഞാൻ എടുക്കുമ്പോൾ ഇതാണോ എന്ന് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. സാധാരണ നമ്മളിപ്പോൾ 2 പവൻ്റെ ഒരു പാസരം മിസ്സായിരുന്ന ഒരാൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വന്നാൽ പറയണമെന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ 2 പവൻ്റെ പാസരം എന്ന് വെച്ചാൽ അത് കറക്റ്റ് അങ്ങോട്ടാവും ഇങ്ങോട്ടാവും തൂക്കും. 2 പവൻ്റെ ഒരു പാസരം മിസ്സായിരുന്ന ഒരാൾക്ക് നമ്മളൊക്കെ പറയുന്നത് നിങ്ങളത് ശ്രദ്ധിക്കണം, ബുക്ക് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടല്ല. ചിലപ്പോൾ ഇതിൻ്റെ രൂപം നമ്മളില്ലാത്തതുകൊണ്ട് ഏത് മോഡലോ ഒന്നും തിരിയില്ല. പക്ഷേ നേരെ കുറച്ച് ഈ ഞാൻ ഓൺലൈൻ ചാനലിൽ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എന്താ പറയുക, ഓരോ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കുക, പാദസരമെന്ന പാസ്സാണ് ശ്രദ്ധിക്കുക. കാരണം അതിൻ്റെ രൂപം അങ്ങനെ തന്നെ ആ ഫോട്ടോയിലുണ്ട്, അതിൻ്റെ പേര് ഇവിടെ കൊണ്ടുവന്ന എന്തായാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം അതിനകത്ത് വ്യക്തമായ തൂക്കമുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാച്ചാൽ ഇങ്ങനെ ഫോട്ടോ എല്ലാവരും എടുത്തു വെച്ചോ. കാരണം നിങ്ങളെ ചെയിനോ വളയോ ഈ എന്താ പറയുക ബ്രേസ്ലെറ്റോ എവിടെയും വീടുകളുണ്ടല്ല, കൃത്യമായി അതിൻ്റെ ഒരു ഫോട്ടോ എങ്ങനെ എടുക്കണമെന്ന് അറിയുക. ഒരു കടലാസിൻ്റെ മുകളിൽ ഒരു സ്കെയിൽ വെച്ച് അതിൻ്റെ മുകളിൽ നീട്ടി വെക്കുക. എന്നിട്ട് ആ കടലാസിൻ്റെ മുകളിൽ അതിൻ്റെ തൂക്കം കൃത്യമായിട്ട് എഴുതിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് വെച്ചാലുണ്ടല്ല, പിന്നെ നിങ്ങൾ ഒന്നും പഠിക്കണ്ട. ഇത് എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടല്ല, ഇപ്പോഴത്തെ സ്വർണ്ണവർക്ക് കിട്ടിയാൽ തരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എന്താണ് ഈ കിട്ടിയാക്കി ഇത് ഏടിയും കൊണ്ട് വിൽക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ, എല്ലാവരും മൊബൈൽ നോക്കും, എല്ലാ ഓൺലൈൻ ചാനലും ഇതങ്ങ് ഇട്ടേക്കുക. എവിടെ വിൽക്കാൻ പോകുന്നുണ്ടെങ്കിലും അവിടെയുള്ള ജ്വല്ലറിക്കാരത് ശ്രദ്ധിക്കും. അതിൻ്റെ തൂക്കം കറക്റ്റ് ആണെങ്കിലുണ്ടല്ല, എന്തായാലും നിങ്ങളെ വിളിച്ചറിയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമ്മളെ കണ്ണൂരാലും ടൗണിൽ ഏടെ കൊണ്ടുപോയി വിറ്റാൽ എല്ലാവരും മൊബൈൽ നോക്കുന്നതാണ്. ഇങ്ങനൊരു സാധനം മിസ്സായെന്നുള്ളത് ഏതെങ്കിലും ജ്വല്ലറി ചാനൽ തന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ല, ഒരുപാട് ആൾക്കാർ അത് കാണുകയും ചെയ്യും. നിങ്ങളെ സ്വർണ്ണം കിട്ടാനുള്ള ചാൻസ് ഒരുപാട് അധികം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, ഇന്ന് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ചെയിൻ കമ്മൽ സാധനത്തിൻ്റെ വെയിറ്റ് കൃത്യമായിട്ട് തൂക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു കടലാസിൻ്റെ മുകളിൽ അതിൻ്റെ തൂക്കം എഴുതി വെച്ചിട്ട് ഫോട്ടോ എടുത്ത് വെക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഷോപ്പിൽ എല്ലാവരും ഈ കാര്യം ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്. ലേഡീസ് സ്റ്റാഫിനെല്ലാം പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, എൻ്റെ ഷോപ്പിൽ റിപ്പയർ ചെയ്യാൻ വരുന്നവർ, സ്വർണ്ണം വാങ്ങാൻ വരുന്നവരുണ്ടല്ലോ, എല്ലാവരുടെയും ചെയിൻ ഞാൻ ഇതുപോലെ വാങ്ങിയിട്ട് അത് നീട്ടി വെച്ചിട്ട് ഫോട്ടോ എടുത്ത് അവരുടെ മൊബൈലിൽ ഫോട്ടോ എടുത്ത് ഞാൻ കൊടുക്കലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇനി എപ്പോഴെങ്കിലും ഇവർക്ക് മിസ്സായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഗൗരവം മനസ്സിലാവുക. ഈ കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വില മനസ്സിലാവില്ല. നമ്മളെ കഴുത്തിലുള്ള ഈ ചെയിന്, ഒരുപാട് ചെയിന് വീഴുമ്പോൾ നമുക്ക് തിരികെ 1 ലക്ഷം പോയാലും അത്ര വരെ തിരിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടല്ല, ഞാനീ പറഞ്ഞ കാര്യം എന്തായാലും ചെയ്തു വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, വീണാൽ കിട്ടാനുള്ള ചാൻസ് ഒരുപാട് കൂടുന്നതാണ് ഇങ്ങനെ ചെയ്താലുള്ള ഗുണം. അല്ലാത്ത പക്ഷം നമുക്ക് അതിൻ്റെ തൂക്കം കൃത്യമായിട്ടില്ല, ഇത്ര മില്ലി തന്നെ വേണം. ആ മില്ലി തൂക്കം നമ്മൾ അറിയണം, അതിനത് എഴുതി വെക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ 1.25 പവൻ്റെ സാധനം മിസ്സായി ഉണ്ടാവുക. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എൻ്റെ 1 പവൻ്റെ സാധനം മിസ്സായി നിങ്ങൾ കൊടുത്തു വെച്ചു. കാരണം നിങ്ങൾ മനസ്സിൽ 1 പവൻ എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ പോലീസുകാർ നോക്കുമ്പോൾ 1.25 പവൻ. അപ്പോൾ നിങ്ങൾ 1 പവൻ എന്നല്ല പറഞ്ഞത്, നിങ്ങളെ സാധനം അല്ലല്ലോ, നിങ്ങളിതിൽ തെളിവ് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ വേണ്ടേ, നിങ്ങൾ ഉപയോഗിച്ച സാധനത്തിൻ്റെയൊക്കെ കൃത്യമായ ഫോട്ടോ ഉണ്ടെങ്കിൽ, കൃത്യമായി തൂക്കം ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി എടുക്കുമ്പോൾ കൃത്യമായി തൂക്കം തന്നെ നമുക്ക് എഴുതി കൊടുക്കാം. ഈ ഫോട്ടോ എടുക്കാൻ പോലീസുകാർക്ക് കൊടുക്കാം. അപ്പോൾ എന്തായി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യം എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് വെച്ച് നിങ്ങളുടെ വീട്ടിലെ കുട്ടികളുടെയും നിങ്ങളുടെ എല്ലാ ചെയിനും കാര്യത്തിൻ്റെ എല്ലാവരും ഫോട്ടോ എടുത്ത് വെക്കാമെന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.